ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ സ്കൂൾ ലെസൺസ്. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് 4ാം ക്ലാസ്സിൻ്റെ മാത്സിൽ വരുന്ന 8ാമത്തെ ചാപ്റ്ററാണ്. നമ്മുടെ ചാപ്റ്ററിൻ്റെ പേര് മെഷറിംഗ് ലെൻസ് എന്നാണ്. സോ നമുക്ക് പാഠഭാഗം നോക്കാം. ഫസ്റ്റ് പേജിൽ തന്നെ നിങ്ങൾക്കൊരു ചിത്രമാണ് തന്നിട്ട്. ഇവിടെ GLP സ്കൂളിൽ ഒരു എക്സലൻസ് ഫെസ്റ്റ് നടക്കുകയാണ്. അവിടെ കുട്ടികൾ ഇരുന്ന് എന്താ വർക്ക് ചെയ്യുന്നത്? സ്കെയിലും ചാർട്ടും പെൻസിലൊക്കെ എടുത്ത് എന്തോ ഒരു വർക്ക് ചെയ്യാണ്. അവരെന്താ ചെയ്യുന്നതെന്ന് നമുക്കിവിടെ നോക്കാം. In the excellence fest, children measured the length of some objects. എന്താണ് എക്സലൻസ് ഫെസ്റ്റിൽ കുട്ടികൾ ചില ഒബ്ജക്ട്സിൻ്റെ, ചില വസ്തുക്കളുടെ നീളം മെഷർ ചെയ്യാണ് ചെയ്യുന്നത്. സീ ദിസ് ടേബിൾ. താഴെ തന്നിട്ടുള്ള ടേബിൾ ശ്രദ്ധിക്കൂ. ആദ്യത്തെ കോളത്തിൽ തന്നിട്ടുള്ളതാണ് ഇവർ മെഷർ ചെയ്ത ഒബ്ജക്റ്റ്, വസ്തുക്കൾ. പെൻ, പെൻസിൽ, നോട്ട്ബുക്ക്, A4 പേപ്പർ ഉണ്ട്. ഇനി നിങ്ങളെടുത്ത് പറഞ്ഞത് ഗസ്ഡ് ലെങ്ത്ത്. ആദ്യത്തെ കോളത്തിൽ, അതായത് 2ാമത്തെ കോളത്തിൽ എഴുതാൻ പറഞ്ഞത്, ആദ്യം നിങ്ങൾ പെന്നിൻ്റെ നീളമൊക്കെ മെഷർ ചെയ്യുന്നതിന് മുൻപേ നിങ്ങളുടെ ഒരു ഊഹം ഉണ്ടാവില്ല. അതായത് പെന്നിപ്പോൾ സപ്പോസ് ഒരു 8 സെൻറ്റിമീറ്റർ ആയിരിക്കാം എന്നൊക്കെയുള്ള നിങ്ങളുടെ ഊഹമാണ് ഫസ്റ്റത്തെ ഗസ്ഡ് കോളത്തിൽ എഴുതേണ്ടത്. ഇനി 2ാമത്തെ മെഷേർഡ് ലെങ്ത്തിൽ എത്രയാണോ പെന്നിൻ്റെ ലെങ്ത്ത് സ്കെയിൽ വെച്ച് അളന്നിട്ട് നിങ്ങൾക്ക് എത്ര സെൻറ്റിമീറ്റർ ആണോ കിട്ടിയത്, ആ സെൻറ്റിമീറ്ററിലുള്ള അളവാണ് അവിടെ എഴുതേണ്ടത്. ഇവിടെ ഒരു പെണ്ണെടുത്ത് മെഷർ ചെയ്ത് നോക്കിയാലോ. സോ നിങ്ങൾ പെണ്ണെടുക്കുക, സ്കെയിൽ എടുക്കുക. എന്നിട്ട് സ്കെയിലിൽ കറക്റ്റ് 0 വരില്ലേ? 0 വരുന്നിട്ടാണ് പെണ്ണിൻ്റെ തുടക്കം വെക്കേണ്ടത്. സോ കറക്റ്റ് 0 പോയിന്റിൽ ആക്കി വെക്കുക. എന്നിട്ട് പെണ്ണ് എവിടെയാണോ അതിൻ്റെ ലാസ്റ്റ് പോയിന്റ് അവസാനിക്കുന്നത് നോക്കുക. ഇവിടെ ചിത്രത്തിൽ 8 സെൻറ്റിമീറ്ററിലാണ് അവസാനിക്കുന്നത്. 8 സെൻറ്റിമീറ്റർ കഴിഞ്ഞിട്ട് കുറച്ച് ലൈൻസും കൂടിയുണ്ട്. അത് നിങ്ങൾ ഇപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. ഇപ്പോൾ നിങ്ങളെടുത്ത് സെൻറ്റിമീറ്റർ മാത്രമാണ് ചെയ്യാൻ പറഞ്ഞത്. സെൻറ്റിമീറ്ററിലുള്ള മാത്രം മെഷർമെൻ്റ് ആണ് എഴുതാൻ പറഞ്ഞത്. ബാക്കി ആ ചെറിയ വരകൾക്ക് എന്താണ് പറയാമെന്നൊക്കെ നമ്മൾ മുന്നോട്ടുള്ള പേജുകളിൽ പഠിക്കുന്നതാണ്. സോ ഇവിടെ പെന്നിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് നിങ്ങൾ എഴുതേണ്ടത് 8 സെൻറ്റിമീറ്റർ ആണ്. ഇനി നമുക്കിവിടെ ഒരു ക്രയോൺ എടുത്ത് മെഷർ ചെയ്ത് നോക്കാം. നമ്മൾ ശ്രദ്ധിക്കുക, ആദ്യം തന്നെ 0 പോയിന്റ് തുടങ്ങുന്നിടത്താണ് നമ്മുടെ സ്റ്റാർട്ടിങ് കളറിൻ്റെ സ്റ്റാർട്ടിങ് വെക്കേണ്ടത്. കറക്റ്റ് 0 പോയിന്റിൽ തന്നെ വെക്കുക. എന്നിട്ട് അതിൻ്റെ അവസാനം എവിടേക്കാണ് വരുന്നത് നോക്കുക. അത് ക്രയോൺ കളറിൻ്റെ നീളം എന്ന് വരുന്നത് അതിൻ്റെ എൻഡിങ് പൊസിഷന് 2ലാണ് വരുന്നത്. കറക്റ്റ് 2ലാണ്. സോ നമ്മളിവിടെ കളറിൻ്റെ നീളം എന്ന് പറയുന്നത്, ലെങ്ത്ത് എന്ന് പറയുന്നത് എത്രയാണ് നമുക്കിവിടെ കിട്ടുക? 2 സെൻറ്റിമീറ്റർ ആണ് കിട്ടുക. സോ നമുക്ക് കളറിൻ്റെ ലെങ്ത്ത് എത്ര കിട്ടി? 2 സെൻറ്റിമീറ്റർ കിട്ടി. മനസ്സിലായില്ലേ? പെന്നും കളറും നമ്മൾ എങ്ങനെയാണ് മെഷർ ചെയ്തതെന്ന് മനസ്സിലായില്ലേ? ഇങ്ങനെയാണ് നമ്മൾ സെൻറ്റിമീറ്ററിൽ നമ്മൾ മെഷർ ചെയ്ത് എഴുതിയത്. ഇനി നമുക്ക് പെൻസിൽ മെഷർ ചെയ്ത് നോക്കാം. പെൻസിൽ എടുക്കുക, കറക്റ്റ് 0 പോയിന്റിൽ വെക്കുക. പെൻസിലിൻ്റെ ലാസ്റ്റ് എൻഡിങ് പൊസിഷൻ എവിടെയാണ് വരുന്നത്? 10ലാണ് വരുന്നത്. സോ പെൻസിലിൻ്റെ നീളം എന്ന് പറയുന്നത് 10 സെൻറ്റിമീറ്റർ ആണ്. ഓക്കെ, നമ്മളിവിടെ മെഷർമെൻറ്റ് സെൻറ്റിമീറ്ററിൽ മാത്രം എഴുതിയാൽ മതി. ഇപ്പോൾ പെന്നിൻ്റെത് കണ്ടില്ല, 8 കഴിഞ്ഞിട്ട് ചെറിയ കുറച്ച് വരകൾ കൂടി ഉണ്ടായിരുന്നു. പക്ഷേ അത് നമ്മൾ ഇവിടെ കൂട്ടേണ്ട, സെൻറ്റിമീറ്ററിലുള്ള മാത്രം എഴുതാനാണ് നമ്മളോട് പറഞ്ഞത്. ഞാനിവിടെ ഈ ടേബിൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. പെന്നിൻ്റെത് ഞാൻ ആദ്യം ഗസ്ഡ് ലെങ്ത്ത് 10 എഴുതിയത്. മെഷർ ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് 12 സെൻറ്റിമീറ്റർ കിട്ടി. പെൻസിലിൻ്റെത് ഗസ് ചെയ്ത് 8 എഴുതി. ചുമ്മാ ജസ്റ്റ് ഒന്ന് ഊഹം വെച്ച് 8 എഴുതി. പക്ഷേ മെഷർ ചെയ്തപ്പോൾ 9 സെൻറ്റിമീറ്റർ ആണ് കിട്ടിയത്. നോട്ട്ബുക്കിൻ്റെ ചെറിയ സൈഡും വലിയ സൈഡും മെഷർ ചെയ്ത് എഴുതിയിട്ടുണ്ട്. 20ഉം 15ഉം ആണ് കിട്ടിയത്. മെഷർ ചെയ്തപ്പോൾ 23ഉം 18ഉമാണ്. ഇനി A4 പേപ്പറിൻ്റെയും 2 സൈഡും, ചെറിയ സൈഡും നീളമുള്ള സൈഡും മെഷർ ചെയ്തു. 25, 20 എന്നാണ് ഊഹം ചെയ്തത്. മെഷർ ചെയ്ത് സ്കെയിൽ വെച്ച് മെഷർ ചെയ്തപ്പോൾ കിട്ടിയത് 29 സെൻറ്റിമീറ്ററും 21 സെൻറ്റിമീറ്ററും ഉണ്ടെന്നാണ്. സോ നിങ്ങളും പെൻസിലെടുത്ത് നിങ്ങളുടെ നീളം എത്രയാണ്, പെൻസിലിൻ്റെ നീളം എത്രയാണെന്ന് നോക്കുക.
ഇനി ഇവിടെ നമ്മളെടുത്ത് ചോദിക്കുകയാണ്, കുഡ് യു മെഷർ ദി ലെങ്ത് ഓഫ് ഓൾ ഒബ്ജക്ട്സ് എക്സാക്ട്ലി? നിങ്ങൾക്ക് എല്ലാ വസ്തുക്കളുടെ ലെങ്ത്തും നീളങ്ങളും കറക്റ്റായിട്ട് മെഷർ ചെയ്യാൻ പറ്റിയോ? പറ്റിയിട്ടില്ലല്ലേ? നമ്മൾ പെന്ന് മെഷർ ചെയ്ത് നോക്കിയപ്പോൾ 8 കഴിഞ്ഞിട്ട് കുറച്ചും കൂടി അധികം ഉണ്ടായിരുന്നു. പക്ഷേ നമുക്കത് എഴുതാൻ പറ്റിയില്ല. അതെന്താണെന്ന് നമുക്ക് അറിയില്ലായിരുന്നു. നമുക്ക് സെൻറ്റിമീറ്ററിൽ മാത്രമേ എഴുതാൻ അറിയുള്ളൂ. സോ നമ്മൾ 8 സെൻറ്റിമീറ്ററിന് എഴുതിയതാണ്. കറക്റ്റായിട്ട് എഴുതണമെങ്കിൽ കുറച്ചും കൂടി വരകൾ ഉണ്ടായിരുന്നു അല്ലേ? അപ്പോൾ ഈ കുട്ടി പറയാണ്, കാൺ റൈറ്റ് ഓൾ ലെങ്ത്സ് എക്സാക്ട്ലി. ഇല്ല, ഞങ്ങൾക്ക് കറക്റ്റായിട്ട് എഴുതാൻ കഴിഞ്ഞിട്ടില്ല. യൂസ് ദി ഷോർട്ട് ലൈൻസ് ബിറ്റ്വീൻ ദി ലോങ് ലൈൻസ് ആൾസോ. അപ്പോൾ കുട്ടി പറയാണ്, കറക്റ്റായിട്ട് എഴുതാൻ എന്താ ചെയ്യേണ്ടത്? ആ ചെറിയ വരകൾ കൂടി ഉപയോഗിച്ചിട്ട് മെഷർമെൻറ്റ് എഴുതാനാണ് പറഞ്ഞത്. നമ്മളൊരു സ്കെയിലിൽ എന്തൊക്കെ കാണും? നിങ്ങളുടെ സ്കെയിൽ എടുത്ത് നോക്കിക്കേ. വലിയ വരകളുമുണ്ട്, ചെറിയ വരകളുമുണ്ട് അല്ലേ? ഈ ചെറിയ വരകളില്ലേ, അതായത് 1, 2, 3ൻ്റെ ഇടയിലുള്ള ചെറിയ വരകൾ, അതിന് നമ്മൾ പറയുന്ന പേരാണ് മില്ലിമീറ്റേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഈ വലിയ വരകളിലെ 1, 2, 3 എന്നുള്ള അതാണ് സെൻറ്റിമീറ്റർ. ഇപ്പോൾ രണ്ടും മനസ്സിലായില്ലേ? ഇനി കുട്ടികളെ നിങ്ങളെടുത്ത് ചോദിക്കുകയാണ്, വാട്ട്സ് ദ ലെങ്ത് ഓഫ് ദി പെൻസിൽ ഇൻ ദ പിക്ചർ? താഴെ തന്നിട്ടുള്ള പെൻസിലിൻ്റെ ലെങ്ത് എത്രയാണ്? നമ്മൾ പെൻസിലിൻ്റെ നീളം നോക്കാൻ വേണ്ടി എന്ത് ചെയ്യണം? നമ്മൾ പഠിച്ചതാണ്, കറക്റ്റ് 0യിൽ വെക്കണം. എന്നിട്ട് ഇത് പെൻസിലിൻ്റെ അവസാനം എവിടെയാണ് വരുന്നതെന്ന് നോക്കണം. ഇവിടെ ചിത്രത്തിൽ തന്നിട്ടുള്ള പെൻസിലിൻ്റെ നീളം 13ൻ്റെയും 14ൻ്റെയും ഇടയിലാണല്ലേ? 13 സെൻറ്റിമീറ്റർ അല്ല, അത് കഴിഞ്ഞിട്ടുണ്ട്. എങ്കിൽ 14 സെൻറ്റിമീറ്റർ എത്തിയിട്ടുമില്ല അല്ലേ? അപ്പോൾ നിങ്ങൾ നോക്കുക, 13 കഴിഞ്ഞിട്ട് എത്ര ചെറിയ ലൈൻസ് ഉണ്ടെന്ന് നോക്കുക. 13 കഴിഞ്ഞിട്ട് 5ാമത്തെ ചെറിയ വരയിലാണ് നമ്മുടെ പെൻസിൽ ഇരിക്കുന്നത്. സോ ഈ പെൻസിലിൻ്റെ നീളം നമ്മൾ പറയാം 13 സെൻറ്റിമീറ്റർ. വലിയ വരയാണല്ലോ സെൻറ്റിമീറ്റർ. സോ 13 സെൻറ്റിമീറ്ററും പിന്നെ ചെറിയ വര എത്രയാണ്? 5 അല്ലേ? 5 മില്ലിമീറ്ററുമാണ് ഈ പെൻസിലിൻ്റെ നീളം വരുന്നത്. മനസ്സിലായല്ലോ? ഇവിടെ തത്തക്കിൽ എന്താ പറയുന്നത് നോക്കിക്കേ. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 ഷോർട്ട് ലൈൻസ് ഈസ് 1 മില്ലിമീറ്റർ. ഈ ചെറിയ വരകൾക്കിടയിലുള്ള ദൂരമാണ് 1 മില്ലിമീറ്റർ എന്ന് പറയുന്നത്. ഇനി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, 1 സെൻറ്റിമീറ്റർ എന്തിനു തുല്യമാണ്? 10 മില്ലിമീറ്ററിന് തുല്യമാണ്. ഓക്കെ, 1 സെൻറ്റിമീറ്ററിൻ്റെ ഉള്ളിലായിട്ട് 9 ചെറിയ വരകളുണ്ട്. എണ്ണി നോക്കിക്കേ, നിങ്ങളുടെ സ്കെയിലെടുത്ത് എണ്ണി നോക്കുക. 9 ചെറിയ വരകളും 10 ഗ്യാപ്സും ഉണ്ട്. ഗ്യാപ്സ് എന്ന് പറഞ്ഞാൽ അവർ തമ്മിലുള്ള ആ ഒരു അകലത്തിനാണ്, അതായത് ഓരോ മില്ലിമീറ്റർ തമ്മിലുള്ള അകലമില്ലേ, അത് 10 എണ്ണമുണ്ട്. നോക്കിക്കേ. സോ 1 സെൻറ്റിമീറ്റർ എന്തിന് തുല്യമാണ്? 10 മില്ലിമീറ്ററിന് തുല്യമാണ്. ഈ ഒരു കാര്യം, ഈ ഒരു പോയിന്റ് നമുക്ക് ഈ ഒരു പാഠം ഫുൾ ആവശ്യമുള്ളതാണ്. സോ മനസ്സിലാക്കി വെക്കുക, പഠിച്ചിരിക്കുക. സോ ഇനി നിങ്ങളടുത്ത് ചോദിക്കുകയാണ്, മെഷർ ദി ലെങ്ത് ഓഫ് ദി സൈഡ് ഓഫ് യുവർ മാത്ത് ടെക്സ്റ്റ് ബുക്ക് ആൻഡ് റൈറ്റ് ഡൗൺ. എന്താണ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക്, മാത്സ് ടെക്സ്റ്റ് ബുക്ക് മെഷർ ചെയ്തിട്ട് അതിൻ്റെ ലോങ് സൈഡിൽ വരുന്ന മെഷർമെൻറ്റും ഷോർട്ട് സൈഡിൽ വരുന്ന മെഷർമെൻറ്റും എഴുതാനാണ് പറഞ്ഞത്. പിന്നെ നിങ്ങളുടെ സ്കെയിലിൻ്റെത് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ നിങ്ങൾ ജസ്റ്റ് ഒരു ലൈന് വരച്ചിട്ട് അത് മെഷർ ചെയ്ത് നോക്കി അതിൻ്റെ ലെങ്ത്തും നീളവും എഴുതാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ഞാനൊരു ലൈന് മെഷർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഞാൻ ജസ്റ്റ് ഒരു ലൈന് വരച്ചിട്ടുണ്ട്. ഇനി അത് എത്രയാണെന്നാണ് നോക്കുന്നത്. നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കുക, പോയിന്റ് കറക്റ്റ് 0യിൽ തന്നെ വെക്കണം, അത് തെറ്റിപ്പോവരുത്. 0യിൽ വെക്കുക. എന്നിട്ട് എൻഡിങ് പൊസിഷൻ അവസാനിക്കുന്നത് എവിടെയാണെന്ന് നോക്കുക. ഇവിടെ 6 സെൻറ്റിമീറ്റർ കഴിഞ്ഞതിന് ശേഷം 5 ചെറിയ വരകളുണ്ട്. അതായത് 6 സെൻറ്റിമീറ്ററും 5 മില്ലിമീറ്ററുമാണ് ഇവിടുത്തെ ലെങ്ത്ത്. ഞാൻ ബാക്കിയുള്ള ടെക്സ്റ്റ് ബുക്കൊന്നും മെഷർ ചെയ്യുന്നത് കാണിക്കുന്നില്ല. നിങ്ങളുടെ കയ്യിലുള്ള ടെക്സ്റ്റ് ബുക്ക് എടുത്ത് കറക്റ്റ് എങ്ങനെയാണ് മെഷർ ചെയ്യേണ്ടതെന്ന് നിങ്ങൾ ഇപ്പോൾ പഠിച്ചല്ലോ. കറക്റ്റ് 0യിൽ വെക്കുക. സ്കെയിൽ എന്നിട്ട് എവിടെയാണ് അവസാനിക്കുന്നതെന്ന് കറക്റ്റ് ചെറിയ വരകൾ കൂടി എണ്ണി ചേർത്ത് കറക്റ്റായിട്ടുള്ള മെഷറാണ് നിങ്ങൾ ഇവിടെ എഴുതി കൊടുക്കേണ്ടത്. സോ എനിക്ക് ഇവിടെ കിട്ടിയത് ടെക്സ്റ്റ് ബുക്കിൻ്റെ ലോങ് സൈഡ് 23 സെൻറ്റിമീറ്ററും 9 മില്ലിമീറ്ററും ആണ്. ചെറിയ സൈഡ് 18 സെൻറ്റിമീറ്റർ ആണ്.
അടുത്തത് സ്കെയിൽ എടുത്ത് നോക്കിയപ്പോൾ സ്കെയിൽ എൻ്റേത് 15 സെൻറ്റിമീറ്റർ നീളമുള്ള സ്കെയിലായിരുന്നു. സോ അവിടെ 15 സെൻറ്റിമീറ്റർ, അതിൻ്റെ ചെറിയ സൈഡ് 2 സെൻറ്റിമീറ്ററും 3 മില്ലിമീറ്ററുമാണ് എനിക്ക് കിട്ടിയത്. ഇനി ഞാൻ ജസ്റ്റ് ഒരു വര വരച്ചു മെഷർമെൻ്റ് ഇല്ലാതെ. എന്നിട്ട് സ്കെയിലെടുത്ത് വരച്ച് നോക്കി, അളന്ന് നോക്കി, മെഷർ ചെയ്തു. അപ്പോൾ എനിക്ക് 9 സെൻറ്റിമീറ്ററും 3 മില്ലിമീറ്ററുമാണ് അതിൻ്റെ മെഷർമെൻറ്റ് കിട്ടിയത്. മെഷർമെൻറ്റ് ചെയ്യുന്നതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റായിട്ട് ചോദിക്കുക. ഓക്കെ, പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഓക്കെ, ഇനി നമ്മുടെ നെക്സ്റ്റ് ആക്ടിവിറ്റി എന്ന് ചോദിക്കുന്നത്, ഇവിടെ പെൻസിൽസ് തന്നിട്ടുണ്ട്, സ്കെയിലിൽ അത് മാർക്ക് ചെയ്തിട്ടുണ്ട്. എത്രയാണ് ലെങ്ത് ഓഫ് ദി പെൻസിൽ എന്നാണ് നമ്മളിവിടെ കണ്ടെത്തേണ്ടത്. സോ നമ്മൾ സ്കെയിലിൽ നോക്കുക, കറക്റ്റ് എത്രയാണ് ഈ പെൻസിലിൻ്റെ മെഷർമെൻറ്റ് വരുന്നതെന്ന് നോക്കുക. സോ നമുക്ക് ആദ്യത്തെ പെൻസിലിൻ്റെത് നോക്കാം. ആദ്യത്തെ പെൻസിലിൻ്റെത് നോക്കാം എത്രയാണ് നീളം വരുന്നതെന്ന്. ആദ്യം നമുക്ക് സെൻറ്റിമീറ്റേഴ്സ് എത്രയാണെന്ന് നോക്കാം. 4ൽ നിന്ന് 5ലേക്ക് 1, പിന്നെ 2, 3, 4, 5, 6, 7, 8, 9, 10 സെൻറ്റിമീറ്റർ ആണ് ഈ പെൻസിലിൽ ഉള്ളത്. സോ ഇതിൻ്റെ നീളം എന്ന് പറയുന്നത് സെൻറ്റിമീറ്റർ എത്രയാണ്? 10 സെൻറ്റിമീറ്റർ ആണ് വരുന്നത്. ഇനി മില്ലിമീറ്റർ, അതായത് ചെറിയ വരകൾ എത്രയാണെന്ന് നോക്കാം. 1, 2, 3, 4, 5, 6, 7, 8, 9. 9 ചെറിയ വരകൾ വരുന്നത്. സോ എത്രയാണ് ചെറിയ വരകൾ എന്ന് പറയുമ്പോൾ 9 മില്ലിമീറ്റർ ആണ്. സോ ഇവിടെ നിങ്ങൾ താഴെ എഴുതി കൊടുക്കുക, പെൻസിലിൻ്റെ നീളം 10 സെൻറ്റിമീറ്ററും 9 മില്ലിമീറ്ററും ആണ്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, 0-യിലല്ല നമ്മുടെ പെൻസിൽ വെച്ചേക്കുന്നത്. എവിടെയാണോ നമ്മൾ പെൻസിൽ വെച്ചിട്ടുള്ളത് അവിടെ നിന്നാണ് നമ്മൾ മെഷർമെൻറ്റ്. ഓക്കെ, ഇനി രണ്ടാമത്തെ പെൻസിലിൻ്റെ മെഷർമെൻറ്റ് നമുക്ക് നോക്കാം. ആദ്യം നമ്മൾ സെൻറ്റിമീറ്റർ ആണ് നോക്കുന്നത്. 10ൽ നിന്നാണ് തുടങ്ങുന്നത്. 10ൽ നിന്ന് 11ലേക്ക് 1 സെൻറ്റിമീറ്റർ വരും. പിന്നെ 12ലേക്ക് 2 സെൻറ്റിമീറ്റർ, പിന്നെ 3, 4, 5 സെൻറ്റിമീറ്റർ ആണ് നമ്മുടെ പെൻസിലിൻ്റെ നീളം വരുന്നത്. ഇനി നമുക്ക് എത്ര മില്ലിമീറ്റേഴ്സ് ആണെന്ന് നോക്കാം. സെൻറ്റിമീറ്റർ 5 ആണെന്ന് കിട്ടി. മില്ലിമീറ്റർ നോക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അവിടെയുള്ള ചെറിയ വരകൾ എണ്ണാം. 5, 6, 7, 8 ചെറിയ വരകൾ വരെയാണുള്ളത്. സോ എന്താണ്? 8 മില്ലിമീറ്റർ ആണ് വരുന്നത്. ഫുള്ള് വരകൾ എണ്ണി നോക്കിയപ്പോൾ നമുക്ക് 8 എണ്ണമാണ് കിട്ടിയത്. സോ നമ്മുടെ ഉത്തരം വരുന്നത് 5 സെൻറ്റിമീറ്റേഴ്സും 8 മില്ലിമീറ്റേഴ്സും ആയിട്ടാണ് രണ്ടാമത്തെ പെൻസിലിൻ്റെ നീളം വരുന്നത്. ഓക്കെ, മനസ്സിലായി? ഓക്കെ, ഇനി നമുക്ക് മൂന്നാമത്തെ പെൻസിലിൻ്റെ നീളം നോക്കാം. ആദ്യം സെൻറ്റിമീറ്റേഴ്സ് ആണ് നമ്മൾ നോക്കുന്നത്. സോ നമുക്ക് ഇവിടെ പെൻസിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടെ നിന്നാണ്? ഏത് നമ്പറിലാണ് പെൻസിൽ വെച്ചിട്ടുള്ളത്? 6ലാണ്. സോ 6ലാണ് തുടങ്ങുന്നത്. 6ൽ നിന്ന് 7ലേക്ക് 1 സെൻറ്റിമീറ്റർ വരും. 7ൽ നിന്ന് 8ലേക്ക് 2 സെൻറ്റിമീറ്റർ ആയി. പിന്നെ 3, 4, 5, 6, 7, 8 സെൻറ്റിമീറ്റർ ആണല്ലേ വരുന്നത്. 15ലേക്ക് എത്തുന്നില്ല. സോ 8 സെൻറ്റിമീറ്റർ ആണ് വരുന്നത്. നിങ്ങൾക്ക് അവിടെ സെൻറ്റിമീറ്ററിൻ്റെ അവിടെ 8 എന്ന് എഴുതി കൊടുക്കുക. ഇനി നമ്മുടെ മില്ലിമീറ്റേഴ്സ് എത്രയാണെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. അതായത് ചെറിയ വരകൾ 14 കഴിഞ്ഞിട്ട് എത്ര ചെറിയ വരയുണ്ട്? 3, 4, 5, 6, 7, 8 ചെറിയ വരകളാണുള്ളത്. അതായത് 8 മില്ലിമീറ്റേഴ്സ് ആണുള്ളത്. സോ നിങ്ങൾ അവിടെ മില്ലിമീറ്ററിൻ്റെ അവിടെ 8 എന്ന് എഴുതി കൊടുക്കുക. സോ നമ്മുടെ പെൻസിലിൻ്റെ ലെങ്ത് എത്രയാണ്? 8 സെൻറ്റിമീറ്ററും 8 മില്ലി. ഓക്കെ, ഇനി നമ്മുടെ നാലാമത്തെ പെൻസിലിൻ്റെ മെഷർമെൻറ്റ് എത്രയാണ് വരുന്നതെന്ന് നമുക്ക് നോക്കാം. ഇവിടെ പെൻസിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് എത്രയിലാണ്? 2ലാണ്. സോ 2ൽ നിന്ന് 3ലേക്ക് 1 സെൻറ്റിമീറ്റർ, പിന്നെ 2, 3, 4, 5, 6 സെൻറ്റിമീറ്റർ ആണ് വരുന്നത്. അത് ആദ്യം എഴുതി കൊടുക്കുക. പിന്നെ എത്ര മില്ലിമീറ്റർ ആണ്? 1, 2, 3, 4, 5, 6, 7,
മില്ലിമീറ്റർ ആണല്ലേ വരുന്നത്. സോ നിങ്ങൾ അവിടെ മില്ലിമീറ്ററിൻ്റെ അവിടെ എ എന്ന് എഴുതി കൊടുക്കുക. പെൻസിലിൻ്റെ നീളം എന്ന് പറയുന്നത് 6 സെൻറ്റിമീറ്ററും 7 മില്ലിമീറ്റേഴ്സുമാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി നമ്മുടെ അവസാനത്തെ പെൻസിലിൻ്റെ നീളമാണ് നമ്മൾ മെഷർ ചെയ്യാൻ പോകുന്നത്. എയിലാണ് തുടങ്ങുന്നത്. എയിൽ നിന്ന് 6ലേക്ക് 1, 2, പിന്നെ 3 സെൻറ്റിമീറ്റർ ആണ് വരുന്നത്. 4 സെൻറ്റിമീറ്റർ ഇല്ല. സോ 3 ആണ്. 3 എന്ന് എഴുതി കൊടുക്കുക. ഇനി 3 സെൻറ്റിമീറ്റർ കഴിഞ്ഞിട്ട് എത്ര മില്ലിമീറ്റർ ആണ്? 5, 6, 7 മില്ലിമീറ്റേഴ്സ് ആണ് വരുന്നത്. സോ നിങ്ങൾ അവിടെ മില്ലിമീറ്ററിൻ്റെ നേരെ 7 എന്ന് എഴുതി കൊടുക്കുക. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായില്ലേ എങ്ങനെയാണ് മെഷർ ചെയ്തതെന്ന്? സോ ഈ ഒരു പ്രോബ്ലം നമ്മളിവിടെ ചെയ്തു കഴിഞ്ഞു. നമ്മൾ എല്ലാ പെൻസിലിൻ്റെയും മെഷർമെൻറ്റ് നമ്മൾ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻ്റായിട്ട് ചോദിക്കുക. സോ ഫ്രണ്ട്സ്, നമുക്ക് നെക്സ്റ്റ് ആക്ടിവിറ്റിയിലേക്ക് നോക്കാം. ഇവിടെ താഴെ നിങ്ങൾക്ക് കുറച്ച് പേപ്പർ സ്ട്രിപ്സ് തന്നിട്ടുണ്ട്. അതിൻ്റെ ലെങ്ത്ത് മെഷർ ചെയ്തിട്ട് എഴുതാനാണ് പറഞ്ഞത്. എത്ര സെൻറ്റിമീറ്റർ ആണെന്നും എത്ര മില്ലിമീറ്റർ ആണെന്നും നമ്മൾ സ്കെയിൽ വെച്ചിട്ട് മെഷർ ചെയ്ത് കണ്ടെത്തണം. നിങ്ങൾക്കറിയാമല്ലോ സ്കെയിൽ വെച്ചിട്ട് മെഷർ ചെയ്യാൻ. നമ്മൾ പെൻസിലും പെന്നൊക്കെ സ്കെയിൽ വെച്ചിട്ട് മെഷർ ചെയ്തതാണല്ലേ. ആദ്യം പേപ്പർ സ്ട്രിപ്പിൻ്റെ ഒരു സൈഡ്, ഫസ്റ്റത്തെ സൈഡ് എന്ത് ചെയ്യണം? 0യിൽ നേരെ വെക്കുക. എന്നിട്ട് എവിടെയാണ് പേപ്പർ സ്ട്രിപ്പിൻ്റെ മറ്റേ സൈഡ് അവസാനിക്കുന്നതെന്ന് കറക്റ്റായിട്ട് നോക്കുക. അതായിരിക്കും നമുക്ക് കിട്ടുന്ന മെഷർമെൻ്റ് എന്ന് പറയുന്നത്. സോ ഞാനിവിടെ നോക്കി എഴുതിയിട്ടുണ്ട്. സോ കുട്ടികളെ, ആദ്യത്തെ പേപ്പർ സ്ട്രിപ്പിൻ്റെ ലെങ്ത്ത് കിട്ടിയത് 3 സെൻറ്റിമീറ്ററും 5 മില്ലിമീറ്റേഴ്സുമാണ്. ദെൻ സെക്കൻഡ് പേപ്പർ സ്ട്രിപ്പിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് 5 സെൻറ്റിമീറ്റേഴ്സും 7 മില്ലിമീറ്റേഴ്സുമാണ്. ഓക്കെ, മൂന്നാമത്തെ പേപ്പർ സ്ട്രിപ്പിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് 7 സെൻറ്റിമീറ്റേഴ്സും 8 മില്ലിമീറ്റേഴ്സുമാണ്. ദെൻ നമ്മുടെ അവസാനത്തെ പേപ്പർ സ്ട്രിപ്പിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് 8 സെൻറ്റിമീറ്റേഴ്സും 9 മില്ലിമീറ്റേഴ്സുമാണ്. ഓക്കെ, ഇതൊക്കെ നമ്മൾ സ്കെയിൽ വെച്ചിട്ട് മെഷർ ചെയ്ത് നോക്കിയതാണ്. നമ്മുടെ പെൻസിലൊക്കെ മെഷർ ചെയ്തതുപോലെ ഇതും പേപ്പർ സ്ട്രിപ്പും സ്കെയിൽ വെച്ചിട്ട് കറക്റ്റ് 0 പോയിന്റിൽ വെച്ചിട്ട് മെഷർ ചെയ്തതാണ്. ഓക്കെ, ഇനി നിങ്ങൾക്കുള്ള അടുത്ത പ്രവർത്തനം എന്ന് പറയുന്നത് മെഷർ എഗെയിൻ. നമ്മൾ ഫസ്റ്റ് പേജ് തന്നെ, ഈ ചാപ്റ്ററിൻ്റെ ഫസ്റ്റ് പേജ് തന്നെ ചെയ്തൊരു വർക്കായിരുന്നു ഈ തന്നിട്ടുള്ള ഒബ്ജക്ട്സിൻ്റെ നമ്മൾ മെഷർ ചെയ്ത് എഴുതിയത്. അത് നമ്മൾ സെൻറ്റിമീറ്ററിൽ മാത്രമായിരുന്നു എഴുതിയത്. ആ സമയത്ത് നമ്മൾ മില്ലിമീറ്റർ എന്താണെന്ന് പഠിച്ചിട്ടില്ല. സോ ഇവിടെ ഇപ്പോൾ നമുക്ക് എങ്ങനെയാണ് കറക്റ്റായിട്ട് എക്സാക്ട്ലി എത്ര മെഷറാണെന്ന് നമുക്ക് എഴുതാൻ അറിയാം. സെൻറ്റിമീറ്ററും മില്ലിമീറ്ററും ഒക്കെ വെച്ചിട്ട് നമ്മൾ എഴുതാൻ പഠിച്ചിട്ടുണ്ട്. സോ നിങ്ങളെടുത്ത് ഇവിടെ ഓരോ ഒബ്ജക്റ്റിൻ്റെയും കറക്റ്റായിട്ടുള്ള സെൻറ്റിമീറ്ററും എത്ര മില്ലിമീറ്ററും ആണെന്ന് കറക്റ്റ് മെഷർമെൻറ്റ് എഴുതാനാണ് പറഞ്ഞത്. ആദ്യത്തെ കോളത്തിൽ നിങ്ങൾ ഫസ്റ്റ് പേജിൽ എഴുതിയ മെഷർമെൻറ്റുകളാണ് എഴുതേണ്ടത്. രണ്ടാമത്തെ കോളത്തിൽ കറക്റ്റായിട്ട് മില്ലിമീറ്റേഴ്സും കൂടി ചേർത്ത് മെഷർമെൻറ്റാണ് എഴുതേണ്ടത്. സോ ഞാനിവിടെ മെഷർ ചെയ്ത് എഴുതിയിട്ടുണ്ട്. ആദ്യത്തെ കോളത്തിൽ എഴുതിയത് നമ്മൾ ഫസ്റ്റ് പേജിൽ എഴുതിയ സെയിം മെഷർമെൻറ്റ് തന്നെയാണ്. പെന്നിൻ്റെത് നമ്മൾ എഴുതിയത് 12 സെൻറ്റിമീറ്റർ ആയിരുന്നു. എന്നാലും നമ്മൾ മില്ലിമീറ്ററും കൂടി കൂട്ടിയപ്പോൾ നമുക്ക് കിട്ടിയത് 12 സെൻറ്റിമീറ്ററും 8 മില്ലിമീറ്ററുമാണ്. പെൻസിലിൻ്റെത് 9 സെൻറ്റിമീറ്റർ ആണ്. കറക്റ്റായിട്ട് മില്ലിമീറ്റേഴ്സും കൂടി ചേർത്ത് നോക്കിയപ്പോൾ 9 സെൻറ്റിമീറ്ററും 7 മില്ലിമീറ്ററും ആണ് കിട്ടിയത്. ഇനി നോട്ട്ബുക്കിൻ്റെ നീളമുള്ള സൈഡ് എന്ന് പറയുന്നത് 23 സെൻറ്റിമീറ്റർ ആണ്. പക്ഷേ അത് കിട്ടിയത് 23 സെൻറ്റിമീറ്ററും 9 മില്ലിമീറ്ററും ആണ്. ഇനി ചെറിയ സൈഡ് എന്ന് പറയുന്നത് 18 സെൻറ്റിമീറ്റർ, കറക്റ്റ് 18 തന്നെയാണ്. ഇനി A4 പേപ്പറിൻ്റെ ഒരു സൈഡ് എന്ന് പറയുന്നത് 29 സെൻറ്റിമീറ്റർ ആണ്. നമ്മൾ കറക്റ്റായിട്ട് മില്ലിമീറ്റേഴ്സും കൂടി ചേർത്ത് നോക്കിയപ്പോൾ 29 സെൻറ്റിമീറ്ററും 4 മില്ലിമീറ്റേഴ്സും ഉണ്ട്. ഇനി A4 പേപ്പറിൻ്റെ രണ്ടാമത്തെ ചെറിയ സൈഡ് എന്ന് പറയുന്നത് 21 സെൻറ്റിമീറ്റർ ആണ്. കറക്റ്റായിട്ട് നോക്കിയപ്പോൾ 21 സെൻറ്റിമീറ്ററും 2 മില്ലിമീറ്ററും ആണ്. ഓക്കെ, ഇനി അടുത്ത നെക്സ്റ്റ് മെഷർ ആൻഡ് ഫൈൻഡ് ഔട്ട്. മെഷർ ചെയ്തിട്ട് കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. മെഷർ ദി ഡിസ്റ്റൻസ് ഫ്രം ദി ലെഫ്റ്റ് എൻഡ് ഓഫ് ദി ലൈൻ ടു ദി ടിപ്പ് ഓഫ് ദി ഏരോ ആൻഡ് റൈറ്റ് ഇറ്റ് ഡൗൺ. അതായത് ഇവിടെ തന്നിട്ടുള്ള ഏരോയുടെ
ഇടത്ത് സൈഡ് അതായത് ലെഫ്റ്റ് സൈഡിലത്തെ മെഷർമെൻറ്റ് ചെയ്യാനാണ് നമ്മളെടുത്ത് പറഞ്ഞത്. സോ നമുക്ക് സ്കെയിൽ എടുക്കാം. ലൈനിൻ്റെ ലെഫ്റ്റ് പോയിന്റിൽ സ്കെയിൽ വെക്കുക. എന്നിട്ട് ഏരോൻ്റെ ടിപ്പ് എവിടെയാണ് വരുന്നത് കറക്റ്റായിട്ട് നോക്കുക. ഓക്കെ, നമുക്ക് സ്കെയിൽ വെച്ച് മെഷർമെൻറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഉത്തരം 2 സെൻറ്റിമീറ്റർ എന്നാണ്. സോ നിങ്ങളവിടെ 2 സെൻറ്റിമീറ്റർ എഴുതി കൊടുക്കുക. ഇനി അടുത്തത്, വാട്ട് ഈസ് ദ ഡിസ്റ്റൻസ് ഫ്രം ദി ടിപ്പ് ഓഫ് ദി ഏരോ ടു ദി റൈറ്റ് എൻഡ് ഓഫ് ദി ലൈൻ? ഇനി ഏരോയുടെ ടിപ്പ് മുതൽ റൈറ്റിലേക്ക്, നമ്മുടെ വരയുടെ റൈറ്റിലേക്ക് എത്രയാണ് നീളം വരുന്നത് എന്നാണ് ചോദിച്ചത്. സോ നമുക്ക് സ്കെയിൽ വെച്ചിട്ട് മെഷർ ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഉത്തരം 5 സെൻറ്റിമീറ്റർ എന്നാണ്. ഇനി മൂന്നാമത് നമ്മളെടുത്ത് ചോദിക്കുകയാണ്, വാട്ട് ഈസ് ദി ടോട്ടൽ ലെങ്ത് ഓഫ് ദി ലൈൻ? ഈ വരയുടെ ടോട്ടലായിട്ടുള്ള നീളം എത്രയാണെന്നാണ് ചോദിച്ചത്. നമുക്ക് എന്ത് ചെയ്താൽ മതി? ചെറിയ ലൈനും വലിയ ലൈനുടെയും സൈഡും കൂടി കൂട്ടിയാൽ മതി. അതായത് 2 സെൻറ്റിമീറ്ററും 5 സെൻറ്റിമീറ്ററും കൂട്ടുക. അപ്പോൾ നമുക്ക് 7 സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. വരയുടെ ടോട്ടൽ ലെങ്ത്ത് 7 സെൻറ്റിമീറ്റർ ആണ്. ഈ താഴെ ബോക്സിൽ ചോദിക്കുകയാണ്, ഹൗ ഐ കാൽക്കുലേറ്റഡ്? നമ്മളെങ്ങനെയാണ് കണ്ടെത്തിയത്? 2 + 5, 2ഉം 5ഉം കൂട്ടിയതാണല്ലേ. 2 + 5 = 7 എന്ന് കിട്ടി. സോ അതവിടെ എഴുതുക. സോ അടുത്തത് കംപ്ലീറ്റ് ദ ടേബിൾ. താഴെ നിങ്ങൾക്കൊരു ടേബിൾ തന്നിട്ടുണ്ട്, അത് കംപ്ലീറ്റ് ഫില്ല് ചെയ്യാനാണ് പറഞ്ഞത്. ഇവിടെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട 2 കാര്യങ്ങളാണ്, എങ്കിലേ നിങ്ങൾക്ക് ഈ ടേബിൾ കംപ്ലീറ്റ് ആക്കാൻ കഴിയുള്ളൂ. ഒന്ന്, നിങ്ങൾക്ക് ഇത്ര സെൻറ്റിമീറ്റർ ആണെന്ന് തന്നാൽ ആ സെൻറ്റിമീറ്ററിനെ മില്ലിമീറ്ററിലേക്ക് മാറ്റി എഴുതാൻ നിങ്ങൾ അറിഞ്ഞിരിക്കണം. രണ്ടാമത്തെ കാര്യം, സെൻറ്റിമീറ്ററിൽ തന്നാൽ അത് എത്ര മില്ലിമീറ്റർ ആണെന്നും നിങ്ങൾ അറിഞ്ഞിരിക്കണം. സോ നമുക്കതെങ്ങനെയാണെന്ന് ചെയ്യാമെന്ന് നോക്കാം. ആദ്യം സെൻറ്റിമീറ്റേഴ്സ് തന്നാൽ എത്ര മില്ലിമീറ്റേഴ്സ് ആണെന്ന് നോക്കാം. 1 സെൻറ്റിമീറ്റർ തന്നാൽ എത്ര മില്ലിമീറ്റർ ആണെന്ന് അറിയാൻ 1 × 10 ചെയ്താൽ മതി. അത് എത്രയാണ്? 10 ആണ്. സോ 1 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ 10 മില്ലിമീറ്റർ ആണെന്ന് കിട്ടി. ഇനി നിങ്ങളെടുത്ത് ചോദിക്കുകയാണ്, 2 സെൻറ്റിമീറ്റർ എത്ര മില്ലിമീറ്റർ ആണ്? അങ്ങനെയാണെങ്കിൽ 2 × 10 ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് 20 എന്ന് കിട്ടും. 2 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത് 20 മില്ലിമീറ്റർ ആണ്. ഇനി ചോദിക്കുകയാണ്, 3 സെൻറ്റിമീറ്റർ എത്രയാണെന്ന്? 3 × 10 ചെയ്താൽ മതി. 30 എന്ന് കിട്ടിയില്ലേ? 30 ആണ് മില്ലിമീറ്റർ വരിക. ഇനി 4 ചോദിച്ചാൽ 4 × 10 40 മില്ലിമീറ്റർ എന്ന് കിട്ടും. 4 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ 40 മില്ലിമീറ്റർ എന്ന് കിട്ടി. മനസ്സിലായോ? ഏതാണോ ചോദിക്കുന്നത് അതേ × 10 ചെയ്താൽ മതി മില്ലിമീറ്റർ കിട്ടാൻ. ഇപ്പോൾ 9 ചോദിച്ചു. 9 × 10 ചെയ്താൽ 90 കിട്ടും. 90 മില്ലിമീറ്റേഴ്സ് ആണ്. 9 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ 90 മില്ലിമീറ്റേഴ്സ് ആണ്. ഇനി 10 ചോദിച്ചാലോ? 10 × 10 എത്രയാണ്? 100 ആണ് അല്ലേ? 100 മില്ലിമീറ്റേഴ്സ് ആണ്. 10 സെൻറ്റിമീറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഓക്കെ. ഇപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് സെൻറ്റിമീറ്റേഴ്സ് തന്നാൽ മില്ലിമീറ്റേഴ്സ് കണ്ടെത്തുകയെന്ന് മനസ്സിലായോ? ഇനി 12 നോക്കിക്കേ. 12 × 10 ചെയ്താൽ മതി. 12 × 10 ചെയ്താൽ എത്ര കിട്ടും? ആദ്യം 12 × 1 ചെയ്യുക. 12 കിട്ടി. പിന്നെ നമ്മുടെ 0 ഇട്ട് കൊടുത്താൽ മതി. 120 എന്ന് കിട്ടും. ഓക്കെ. ഇനി നേരെ തിരിച്ച് എങ്ങനെയാണ് കണ്ടുപിടിക്കാൻ നോക്കി. സെൻറ്റിമീറ്റർ തന്നാൽ മില്ലിമീറ്റർ കാണാൻ × 10 ചെയ്താൽ മതി. എങ്കിൽ മില്ലിമീറ്റേഴ്സ് ആണ് ഇവിടെ തന്നത്. 10 മില്ലിമീറ്റർ എത്ര സെൻറ്റിമീറ്റർ ആണെന്ന് ചോദിച്ചാൽ 10 ÷ 10 ചെയ്താൽ മതി. 1 എന്ന് കിട്ടും. 1 സെൻറ്റിമീറ്റർ ആണ് 10 മില്ലിമീറ്റർ എന്ന് പറഞ്ഞാൽ. ഇനി 20 ചോദിച്ചാലോ? 20 ÷ 10 ചെയ്താൽ മതി. 20ൽ എത്ര 10 ഉണ്ട്? 2. സോ 20 മില്ലിമീറ്റർ എന്ന് പറഞ്ഞാൽ 2 സെൻറ്റിമീറ്റർ ആണ്. ഇനി 50 ചോദിക്കുകയാണെങ്കിൽ 50 മില്ലിമീറ്റർ എത്ര സെൻറ്റിമീറ്റർ ആണെന്ന് ചോദിച്ചാൽ 50 ÷ 10 5 എന്ന് കിട്ടും. 5 10 അല്ലേ 50? 50ൽ 5 10കളാണുള്ളത്. സോ 50 മില്ലിമീറ്റർ എന്ന് പറഞ്ഞാൽ 5 സെൻറ്റിമീറ്റർ ആണ്. ഓക്കെ, മനസ്സിലായില്ലേ? ഇനി 100 ചോദിച്ചാലോ? 100 മില്ലിമീറ്റർ എത്ര സെൻറ്റിമീറ്റർ ആണെന്ന് ചോദിച്ചാൽ 100 ÷ 10 ചെയ്യുക. 100ൽ 10 10കളാണുള്ളത്. സോ 100 മില്ലിമീറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ
10 സെൻറ്റിമീറ്റേഴ്സ് ആണ്. ഓക്കെ, നിങ്ങളിപ്പോൾ പഠിച്ചല്ലോ അല്ലേ. ഇനി നമുക്ക് ടേബിൾ നോക്കാം. ഇവിടെ ടേബിൾ നോക്കൂ. ആദ്യത്തേത് നിങ്ങൾക്ക് തന്നിട്ടുണ്ട് 10 മില്ലിമീറ്റർ എത്ര സെൻറ്റിമീറ്റർ ആണെന്ന് അവിടെ തന്നിട്ടുണ്ട്. 1 സെൻറ്റിമീറ്റർ ആണല്ലേ, കാരണം 10ൽ എത്ര 10 ഉണ്ട്, ഒരു 10 ആണുള്ളത്. സോ 10 മില്ലിമീറ്റർ എന്ന് പറഞ്ഞാൽ 1 സെൻറ്റിമീറ്റർ ആണ്. ഇനി രണ്ടാമത്തതും നിങ്ങൾക്ക് തന്നിട്ടുണ്ട് 20 മില്ലിമീറ്റർ എന്ന് പറഞ്ഞാൽ 2 സെൻറ്റിമീറ്റർ ആണ്. ഇനി നിങ്ങളടുത്ത് ചോദിക്കുകയാണ് 4 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ എത്ര മില്ലിമീറ്റേഴ്സ് ആണെന്നാണ് ചോദിക്കറിയാം. സെൻറ്റിമീറ്റർ തന്നാൽ മില്ലിമീറ്റർ എങ്ങനെ കണ്ടെത്താം? 4 സെൻറ്റിമീറ്റർ എത്ര മില്ലിമീറ്റർ ആണെന്ന് ചോദിച്ചാൽ വേഗം 4 എടുക്കുക, 4 × 10 ചെയ്യുക. എത്രയാണ് കിട്ടുക? 40. 4 × 10 40 ആണ്. സോ 4 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ 40 മില്ലിമീറ്റേഴ്സ് ആണ്. എങ്ങനെയാണ് കിട്ടിയതെന്ന് മനസ്സിലായില്ലേ? സോ നിങ്ങൾ അവിടെ 40 എന്ന് എഴുതി കൊടുക്കുക. ഓക്കെ, ഇനി അടുത്തത് 70 മില്ലിമീറ്റേഴ്സ് തന്നിട്ടുണ്ട്. അത് എത്ര സെൻറ്റിമീറ്റർ ആണെന്നാണ് ചോദിച്ചത്. നമുക്കറിയാം മില്ലിമീറ്റേഴ്സ് തന്ന് സെൻറ്റിമീറ്റർ കാണാൻ എന്ത് ചെയ്താൽ മതി? 70 ÷ 10 ചെയ്താൽ മതി അല്ലേ. 70ൽ എത്ര 10കളാണുള്ളത്? 70ൽ എത്ര 10 ആണെന്ന് അറിയാൻ 70 ÷ 10 7 10 ആണ് 70ലുള്ളത്. സോ നിങ്ങൾ അവിടെ 70 മില്ലിമീറ്റർ എത്ര സെൻറ്റിമീറ്റർ ആണെന്ന് ചോദിച്ചെടുത്ത് 7 എന്ന് എഴുതി കൊടുക്കുക. ഇനി നിങ്ങളടുത്ത് ചോദിക്കുകയാണ് 9 സെൻറ്റിമീറ്റേഴ്സ് എത്ര മില്ലിമീറ്റേഴ്സ് ആണെന്ന്. സെൻറ്റിമീറ്റർ തന്ന് മില്ലിമീറ്റർ കണ്ടെത്താൻ വേണ്ടിയിട്ട് 9 × 10 ചെയ്യുക. എത്ര കിട്ടും? 90 എന്ന് കിട്ടും. സോ നിങ്ങൾ അവിടെ 90 മില്ലിമീറ്റേഴ്സ് എഴുതി കൊടുക്കുക. ഇനി 100 മില്ലിമീറ്റേഴ്സ് എത്ര സെൻറ്റിമീറ്റേഴ്സ് ആണെന്നാണ് ചോദിച്ചത്. 100ൽ എത്ര 10 ഉണ്ട്? 10 10കളാണുള്ളത്. സോ 100 മില്ലിമീറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ 10 സെൻറ്റിമീറ്റേഴ്സ് ആണ് വരുന്നത്. സോ ഇത് നിങ്ങൾ കണ്ടെത്താൻ നിങ്ങൾ തീർച്ചയായിട്ടും പഠിച്ചിരിക്കണം. എക്സാമിനൊക്കെ ചോദിക്കാം. ഇനി അടുത്തത് ലെങ്ത് ഓഫ് പെൻസിൽ. ഇവിടെ ഒരു കുട്ടി പറയാണ് എൻ്റെ പെൻസിലിൻ്റെ നീളം എന്ന് പറയുന്നത് 5 സെൻറ്റിമീറ്റേഴ്സും 7 മില്ലിമീറ്റേഴ്സുമാണ്. ഓക്കെ, എൻ്റെ പെൻസിൽ അവന് എടുത്ത് മെഷർ ചെയ്ത് നോക്കിയപ്പോൾ അവന് എത്രയാണ് കിട്ടിയത്? 5 സെൻറ്റിമീറ്റർ ഉണ്ട്, പിന്നെ കുറച്ചും കൂടി ഉണ്ട്, അതായത് 7 മില്ലിമീറ്റേഴ്സ് കൂടിയുണ്ട്. വേറൊരു കുട്ടി പറയാണ് അതിനെ നമുക്ക് എങ്ങനെ പറയാം? 57 മില്ലിമീറ്റേഴ്സ് ആണെന്നും പറയാം. അതായത് 5 സെൻറ്റിമീറ്ററും 7 മില്ലിമീറ്റർ എന്ന് പറഞ്ഞാലും 57 മില്ലിമീറ്റേഴ്സ് എന്ന് പറഞ്ഞാലും എന്താണ്? തുല്യമാണ്, ഈക്വൽ ആണെന്നാണ് പറയുന്നത്. കാരണം 5 സെൻറ്റിമീറ്ററും 7 മില്ലിമീറ്ററും ആണെന്നാണ് ബോയ് പറഞ്ഞത്. 5 സെൻറ്റിമീറ്ററും 7 മില്ലിമീറ്റർ എന്ന് പറഞ്ഞാൽ ഇതിനെ നമുക്ക് എങ്ങനെ മില്ലിമീറ്റേഴ്സിൽ മാത്രം പറയുമ്പം എങ്ങനെ വരും നോക്കാം. അതായത് 5 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ 5 × 10 50 മില്ലിമീറ്റേഴ്സ് അല്ലേ. സോ നമുക്ക് മില്ലിമീറ്ററിൽ എഴുതുമ്പോൾ 50 എന്ന് കിട്ടി. പിന്നെ 7 മില്ലിമീറ്ററും. സോ നമുക്ക് 50 മില്ലിമീറ്റേഴ്സ് എന്നും എഴുതിയത് മില്ലിമീറ്റേഴ്സ് ആണ്. 7 മില്ലിമീറ്റേഴ്സ് എന്നും കിട്ടി. അത് രണ്ടും കൂടി കൂട്ടിയാൽ 57 മില്ലിമീറ്റേഴ്സ് ആയില്ലേ. എന്തിന് ഈക്വൽ ആണ്? 5 സെൻറ്റിമീറ്റർ 7 മില്ലിമീറ്റർ എന്ന് പറഞ്ഞാലും 57 മില്ലിമീറ്റേഴ്സ് എന്ന് പറഞ്ഞാലും തുല്യമാണ്. ഇപ്പോൾ മനസ്സിലായില്ലേ? സോ അതെങ്ങനെയാണ് ഈക്വൽ ആണെന്ന് പറഞ്ഞതെന്ന് നിങ്ങൾക്കിവിടെ നല്ലോണം ക്ലിയർ ആയില്ലേ? സോ ഒന്നും ചിന്തിക്കാനില്ല. 5 സെൻറ്റിമീറ്ററിനെ കൂടി നമ്മൾ മില്ലിമീറ്റേഴ്സിലേക്ക് മാറ്റി എഴുതിയതാണ്. ട്രിക്ക് പറഞ്ഞു തരാം. 5 സെൻറ്റിമീറ്റർ എത്ര മില്ലിമീറ്റർ ആണെന്ന് ചോദിച്ചാൽ ഒന്നുമില്ല, 5 കഴിഞ്ഞിട്ട് ഒരു 0 ഇടുക, 50 മില്ലിമീറ്റേഴ്സ് ആണ്. ഇനി 7 സെൻറ്റിമീറ്റർ എത്ര മില്ലിമീറ്റർ ആണെന്ന് ചോദിച്ചാൽ 7 കഴിഞ്ഞിട്ട് ഒരു 0 ഇട്ട് കൊടുക്കുക, 70 മില്ലിമീറ്റേഴ്സ് ആണ്. ഇനി നിങ്ങളടുത്ത് ചോദിക്കുകയാണ് 7 സെൻറ്റിമീറ്ററും 3 മില്ലിമീറ്ററും എത്ര മില്ലിമീറ്റേഴ്സ് ആണ്. മില്ലിമീറ്റേഴ്സിലേക്ക് മാത്രം എഴുതാൻ എന്ത് ചെയ്താൽ മതി? അത് രണ്ടും കൂടി കൂട്ടി എഴുതിയാൽ മതി. അതായത് 73 എന്ന് എഴുതി കൊടുക്കുക. 4 സെൻറ്റിമീറ്ററും 5 മില്ലിമീറ്റേഴ്സും എത്ര മില്ലിമീറ്റേഴ്സ് ആണ്? മില്ലിമീറ്റേഴ്സിൽ മാത്രം എഴുതാൻ പറഞ്ഞാൽ രണ്ടും കൂടിയും ചേർത്ത് എഴുതുക, 45 മില്ലിമീറ്റേഴ്സ് എന്നാണ്. ഓക്കെ, ഇത് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് പറഞ്ഞതാണ്. ഓക്കെ, ചെറിയൊരു ബോക്സിൽ എഴുതിയിട്ടുണ്ട് 5 സെൻറ്റിമീറ്റർ = 50 മില്ലിമീറ്റേഴ്സ്. അത് നിങ്ങൾക്കറിയാമല്ലേ? 5 സെൻറ്റിമീറ്റർ തന്നാൽ എത്ര മില്ലിമീറ്റേഴ്സ് ആണെന്ന് അറിയാൻ 5 കഴിഞ്ഞിട്ട് ഒരു 0 ഇട്ട് കൊടുത്താൽ മതി, 50 എന്ന് കിട്ടും. സോ 5 സെൻറ്റിമീറ്റേഴ്സ് ഈസ് ഈക്വൽ ടു 50 മില്ലിമീറ്റർ. ഇവിടെ
ഇവിടെ നിങ്ങൾക്ക് താഴെ ഒരു ടേബിൾ തന്നിട്ടുണ്ട്. മെഷർ ദി ലെങ്ത് ഓഫ് യുവർ പെൻസിൽ ആൻഡ് പെൻസിൽ ഓഫ് യുവർ ഫ്രണ്ട്സ്. നിങ്ങളുടെ പെൻസിലും നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ പെൻസിലും നിങ്ങൾ സ്കെയിൽ വെച്ചിട്ട് മെഷർ ചെയ്യുക. എന്നിട്ട് താഴത്തെ ടേബിളിൽ എഴുതാനാണ് പറഞ്ഞത്. ആദ്യത്തെ ടേബിളിൽ നെയിം, അവിടെ നിങ്ങളുടെ പേര് എഴുതുക. എന്നിട്ട് താഴെ നിങ്ങളുടെ ഫ്രണ്ടിൻ്റെ പേരും, ഏത് പെൻസിലാണോ അളക്കുന്നത് അവരുടെ പേരാണ് എഴുതേണ്ടത്. എന്നിട്ട് ലെങ്ത് ഓഫ് ദി പെൻസിൽ ഗസ്ഡ്, നിങ്ങൾ പെൻസിൽ എന്താണ് നോക്കിയിട്ട് അത് സ്കെയിൽ വെച്ച് മെഷർ ചെയ്യുന്നതിന് മുൻപേ നിങ്ങൾ ജസ്റ്റ് ഒരു ഗസ് ചെയ്യുക. ഇത് ഇത്ര ഒരു 5 സെൻറ്റിമീറ്റർ ആയിരിക്കാം എന്നൊരു ഊഹം വെച്ചിട്ട് ആ നിങ്ങളുടെ ഊഹം എവിടെ എഴുതുക? രണ്ടാമത്തെ കോളത്തിൽ എഴുതുക. ഇനി മൂന്നാമത്തെ കോളത്തിൽ കറക്റ്റായിട്ട് പെൻസിൽ സ്കെയിൽ വെച്ച് നമ്മൾ പറഞ്ഞതുപോലെ 0 പോയിന്റിലൊക്കെ വെച്ചിട്ട് മെഷർ ചെയ്തിട്ട് മൂന്നാമത്തെ കോളത്തിൽ എഴുതുക. ഞാനിവിടെ പെൻസിൽ മെഷർ ചെയ്യുന്നത് കാണിച്ചു തരാം. ആദ്യം ഞാൻ ഗസ് ചെയ്യാണ് ഇതൊരു 4 സെൻറ്റിമീറ്റർ ആയിരിക്കും എന്ന്. ഇനി നമുക്ക് മെഷർ ചെയ്ത് നോക്കാം. കറക്റ്റ് 0യിലാണ് വെക്കേണ്ടത്. എന്നിട്ട് പെൻസിലിൻ്റെ അവസാനം എവിടെയാണ് വരുന്നത് നോക്കുക. ഇവിടെ 5 സെൻറ്റിമീറ്ററിലാണ് വരുന്നത്. സോ നമ്മുടെ പെൻസിലിൻ്റെ നീളം എന്ന് പറയുന്നത് 5 സെൻറ്റിമീറ്റർ ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ടേബിളിൽ എഴുതി കൊടുക്കാം. ആദ്യത്തേത് നമ്മളുടെ പേരാണ് എഴുതേണ്ടത്. ഞാൻ നേഹ എന്ന് എഴുതി. ഇനി ലെങ്ത് ഓഫ് ദി പെൻസിൽ ഗസ്, ഞാൻ പെൻസിൽ മെഷർ ചെയ്തതിന് മുൻപേ എന്തായിരുന്നു ഗസ് ചെയ്തത്? ഇത് 4 സെൻറ്റിമീറ്റർ ഉണ്ടായിരിക്കാം എന്നായിരുന്നു ഞാൻ ഊഹിച്ചത്. സോ ഞാൻ അവിടെ 4 സെൻറ്റിമീറ്റർ എന്ന് എഴുതി. പക്ഷേ ഞാൻ മെഷർ ചെയ്ത് നോക്കിയപ്പോൾ, സ്കെയിൽ വെച്ച് നോക്കിയപ്പോൾ എനിക്ക് എത്രയാണ് കിട്ടിയത്? കറക്റ്റ് 5 സെൻറ്റിമീറ്റർ ആണ് കിട്ടിയത്. സോ ഞാൻ അത് മൂന്നാമത്തെ കോളത്തിൽ കറക്റ്റ് മെഷർമെൻറ്റ് എഴുതി. ഇനി അടുത്തത് എൻ്റെ ഫ്രണ്ടിൻ്റെ പെൻസിലാണ് ഞാൻ മെഷർ ചെയ്തത്. റിയയുടെ പെൻസിലിൻ്റെ നീളം ഞാൻ ആദ്യം ഗസ് ചെയ്തത് 5 സെൻറ്റിമീറ്ററും 4 മില്ലിമീറ്ററും ആയിരിക്കാം എന്നാണ്. പക്ഷേ മെഷർ ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് കിട്ടിയത് 5 സെൻറ്റിമീറ്ററും 8 മില്ലിമീറ്ററുമാണ്. സോ ആ കറക്റ്റ് മെഷർമെൻറ്റ് ഞാൻ മൂന്നാമത്തെ കോളത്തിൽ എഴുതി. ഇനി അടുത്തത് ഞാൻ ഹനാൻ്റെ പെൻസിലാണ് മെഷർ ചെയ്തത്. സോ ഞാൻ മെഷർ ചെയ്യുന്നതിന് മുൻപേ ആയിട്ട് ഈ പെൻസിൽ കണ്ടപ്പോൾ 7 സെൻറ്റിമീറ്ററും 2 മില്ലിമീറ്ററും ഒക്കെ ആവാം ഈ പെൻസിലിൻ്റെ നീളം എന്ന് ഞാൻ ഊഹിച്ചു. പക്ഷേ മെഷർ ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് കറക്റ്റ് കിട്ടിയത് 7 സെൻറ്റിമീറ്ററും 8 മില്ലിമീറ്ററുമാണ്. സോ നിങ്ങളും ഈ ടേബിൾ ഇങ്ങനെ കംപ്ലീറ്റ് ആക്കുക. നമ്മുടെ അടുത്ത പ്രവർത്തനം എന്ന് പറയുന്നതും ഒരു ടേബിൾ കംപ്ലീറ്റ് ചെയ്യാനാണ്. ഈസിയാണ് ഈ ടേബിൾ കംപ്ലീറ്റ് ചെയ്യാൻ. നമുക്ക് നോക്കാം. ആദ്യത്തേത് ഇവർ തന്നിട്ടുണ്ട്. ഒന്നാമത്തെ കോളത്തിൽ എഴുതിയിട്ടുണ്ട് 1 സെൻറ്റിമീറ്ററും 8 മില്ലിമീറ്റേഴ്സും. അതെങ്ങനെ എഴുതി? 1 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ എത്ര മില്ലിമീറ്റേഴ്സ് ആണ് നമുക്കറിയാം. 1 കഴിഞ്ഞിട്ട് ഒരു 0 ഇട്ട് കൊടുത്താൽ മതി അല്ലേ? അപ്പോൾ നമുക്ക് 10 എന്ന് കിട്ടും. 1 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത് 10 മില്ലിമീറ്റേഴ്സ് ആണ്. സോ അവിടെ രണ്ടാമത്തെ കോളത്തിൽ 10 മില്ലിമീറ്റേഴ്സ് പ്ലസ് 8 മില്ലിമീറ്റേഴ്സ്, ഫസ്റ്റ് കോളത്തിൽ തന്നെ തന്ന മില്ലിമീറ്റേഴ്സിനെ കൂടി അവിടെ എഴുതി. എന്നിട്ട് ഇത് കൂട്ടിയിട്ട് എത്ര കിട്ടും? 18 മില്ലിമീറ്റേഴ്സ് എന്ന് കിട്ടും. ഇനി രണ്ടാമത്തത് ചെയ്ത് നോക്കാം. 5 സെൻറ്റിമീറ്റേഴ്സിനും 8 മില്ലിമീറ്റേഴ്സിനുമാണ് തന്നത്. ആദ്യം നമുക്ക് 5 സെൻറ്റിമീറ്റേഴ്സ് എത്ര മില്ലിമീറ്റേഴ്സ് ആണെന്ന് എഴുതാം. എത്രയാണ്? 5 കഴിഞ്ഞിട്ട് ഒരു 0 ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് 50 എന്ന് കിട്ടും. നമ്മുടെ ഒന്നാമത്തെ കോളത്തിൽ തന്നെ 8 മില്ലിമീറ്റേഴ്സിനെയും കൂടി കൂട്ടി എഴുതാം. രണ്ടും കൂടി കൂട്ടുമ്പോൾ 50 + 8 നമുക്ക് എത്ര കിട്ടും? 58 മില്ലിമീറ്റേഴ്സിന് കിട്ടും. അത് മൂന്നാമത്തെ കോളത്തിൽ എഴുതി കൊടുക്കുക. ഇനി മൂന്നാമത്തെ നോക്കിക്കേ. നിങ്ങൾക്ക് 24 മില്ലിമീറ്റേഴ്സ് എന്ന് മാത്രമാണ് തന്നിട്ടുള്ളത്. ഇതിനെ നമുക്ക് ആദ്യം എത്ര സെൻറ്റിമീറ്റർ ഉണ്ട്, എത്ര മില്ലിമീറ്റേഴ്സ് ഉണ്ടെന്ന് നോക്കാം. 24 മില്ലിമീറ്റേഴ്സ് എന്ന് പറയുന്നത് 24 മില്ലിമീറ്റേഴ്സ് എത്ര സെൻറ്റിമീറ്ററുകൾ ഉണ്ടെന്ന് അറിയാൻ വേണ്ടി നമുക്കറിയാം എന്ത് ചെയ്താൽ മതി? 24 ÷ 10 ചെയ്താൽ മതി. 24-ൽ 2 10 ഉണ്ട്, 2 10 20 ബാക്കി 4 കിട്ടി. ഇതിൽ മുകളിൽ കിട്ടിയ 2 ഇല്ലേ, അതാണ് സെൻറ്റിമീറ്റേഴ്സ്. താഴത്ത് കിട്ടിയിട്ടുള്ള 4 മില്ലിമീറ്റേഴ്സും ആയിട്ട് വരിക. ഓക്കെ, ഇപ്പോൾ നമുക്ക് 2 സെൻറ്റിമീറ്റേഴ്സ് എന്നും 4 മില്ലിമീറ്റേഴ്സ് എന്നും കിട്ടി. ഇത് നമുക്ക് ഫസ്റ്റ് കോളം. ഓക്കെ, ഇനി രണ്ടാമത്തെ കോളത്തിലേക്ക് എന്ത് എഴുതണം? ഈ 2 സെൻറ്റിമീറ്ററിനെയും കൂടി മില്ലിമീറ്റേഴ്സ് ആയിട്ട് എഴുതണം. 2 സെൻറ്റിമീറ്റർ എത്ര മില്ലിമീറ്റർ ആണെന്ന് നമുക്കറിയാമല്ലേ? 2 കഴിഞ്ഞിട്ട് ഒരു 0 ഇട്ട് കൊടുത്താൽ മതി. അതായത് 20 മില്ലിമീറ്റേഴ്സ് ആണ്. സോ നിങ്ങൾ രണ്ടാമത്തെ കോളത്തിൽ 20 മില്ലിമീറ്റേഴ്സ് പ്ലസ് 4 മില്ലിമീറ്റേഴ്സ് എന്ന് എഴുതുക.
നോക്കിക്കേ, മൂന്നാമത്തെ കോളത്തിൽ 20+4 24 മില്ലിമീറ്റേഴ്സ് എന്നല്ലേ തന്നിട്ടുള്ളത്. മനസ്സിലായില്ലേ? ഇനി നമുക്ക് അവസാനത്തത് നോക്കാം. ഇതിൽ 30 മില്ലിമീറ്റേഴ്സിനും 6 മില്ലിമീറ്റേഴ്സിനുമാണ് തന്നിട്ടുള്ളത്. ഇത് നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? 30 മില്ലിമീറ്റേഴ്സ് എത്ര സെൻറ്റിമീറ്റർ ആണെന്ന് അറിയണം. 30-ൽ എത്ര പത്തുകളുണ്ട്? 3 ആണുള്ളത്. സോ 3 സെൻറ്റിമീറ്റേഴ്സ് എന്ന് കിട്ടി. 3 സെൻറ്റിമീറ്റേഴ്സും 6 മില്ലിമീറ്റേഴ്സിനും നമുക്ക് ആദ്യത്തെ കോളത്തിലേക്ക് എഴുതി കൊടുക്കുക. മൂന്നാമത്തെ കോളത്തിൽ എഴുതാൻ സിമ്പിളാണ്. 30 മില്ലിമീറ്റേഴ്സ് പ്ലസ് 6 മില്ലിമീറ്റേഴ്സ് എത്രയാണ്? 30 + 6 36 ആണ്. സോ നിങ്ങൾ അവിടെ 36 മില്ലിമീറ്റേഴ്സ് എന്ന് എഴുതി കൊടുക്കുക. ഓക്കെ, ഈ പ്രോബ്ലം ഈസി അല്ലേ? എങ്ങനെയാണ് കിട്ടിയതെന്ന് മനസ്സിലായില്ലേ? എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റായിട്ട് ചോദിക്കുക. ഓക്കെ, നമുക്ക് അടുത്തത് പഠിക്കാനുള്ള ടോപ്പിക്കാണ് ഷോർട്ട് ലെങ്ത്, ചെറിയ നീളങ്ങൾ. ഇത് നമുക്ക് നെക്സ്റ്റ് പാർട്ട് 2 ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതാണ്. സോ ഇതുവരെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ, ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ പുതിയൊരു ചാനലാണ്. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. സോ നിങ്ങൾ സപ്പോർട്ടാക്കി സബ്സ്ക്രൈബ് ആക്കുക. സോ താങ്ക് യു ഫ്രണ്ട്സ്.